സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. അവനെ എടുത്തിരുന്ന നിലത്ത് കൃഷി ചെയ്യേണ്ടതിന് യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ദൈവവചനം പരിശോധിക്കുമ്പോൾ അത്ഭുതകരമായ പല കാര്യങ്ങളും എനിക്കതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അത്ഭുതമോ വിചിത്രമോ എന്ന് നമുക്ക് വിശേഷിപ്പിക്കുമാറ് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ അത് പാർപ്പിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ഭൂമിയിൽ എവിടെയും മനുഷ്യന് പാർക്കാവുന്ന, കരയുള്ള ഭാഗത്ത് എവിടെയും മനുഷ്യന് പാർക്കാവുന്ന ഒരു സാഹചര്യവും ഒരവസ്ഥയും എല്ലാമുണ്ട്. അത് അത്രയ്ക്ക് മനോഹരവും. ആ സമയത്ത്, അതായത് ആദാമിനെ സൃഷ്ടിക്കുന്ന സമയത്ത് മൃഗങ്ങളും പക്ഷികളും എല്ലാം വളരെ രമ്യതയുള്ളതായ ഒരവസ്ഥയും, മൃഗങ്ങൾ തന്നെയാകട്ടെ അവർ ഒരു ക്രൂരതയില്ലാത്ത, എന്ന് പറഞ്ഞാൽ സിംഹങ്ങളാണെങ്കിലും കടുവകളാണെങ്കിലും ചെന്നായ്ക്കളാണെങ്കിലും കടിച്ചു കീറുന്ന ഉപദ്രവിക്കുന്നതായ ഒരു തരത്തിലല്ലാത്ത ഒരു ആവാസ വ്യവസ്ഥയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ എനിക്കതിനകത്തിൽ അത്ഭുതകരമായിട്ട് തോന്നിയത്, ഭൂമി മുഴുവൻ പാർപ്പിനായി സൃഷ്ടിച്ചിരിക്കെ എന്തുകൊണ്ടാണ് ദൈവം ഏദൻ തോട്ടം എന്ന് പറഞ്ഞ പ്രത്യേക ഭൂപ്രദേശം പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചത്? ദൈവം അവിടെ ചിന്തിച്ചു കാണും, സൃഷ്ടികൾ ഏറ്റവും വിശേഷതയുള്ള മനുഷ്യൻ താമസിക്കേണ്ടത് സ്വർഗസമാനമായ, സ്വർഗതുല്യമായ ഏദൻ തോട്ടത്തിലാണ്. എല്ലാ സൗകര്യങ്ങളും, എല്ലാ അനുഭവിക്കുവാൻ ഉള്ളതുമായ സാഹചര്യമുള്ള ഒരു പ്രദേശത്ത് തന്നെ വേണം മനുഷ്യൻ താമസിക്കാൻ എന്നുള്ളത് കൊണ്ടാവണം ദൈവം അങ്ങനെ ഏദൻ തോട്ടം സൃഷ്ടിച്ചത്. അത് ശരിയാണ്, ആ ഒരു കാര്യം ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. എന്നാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കൂ, സ്വർഗസമാനമായ, സ്വർഗത്തിന് തുല്യമായ അവസ്ഥയുള്ളതായ ഏദൻ തോട്ടം, ആ ഏദൻ തോട്ടത്തിൽ വെച്ചല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതല്ല എങ്കിൽ ഏദൻ തോട്ടം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഏദൻ തോട്ടത്തിന് പുറത്ത് എവിടെയോ, ഏദൻ തോട്ടത്തിന് വേണ്ടിയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലത്തിന് പുറത്ത് എവിടെയോ വെച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് ഈ വാക്യത്തിൽ നിന്ന് നാം വായിക്കുന്നത്. നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ നിലത്തെ പൊടി എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിന് പുറത്തുള്ളതായ മണ്ണിൽ നിന്ന് എടുത്തതായ ഒരു പൊടിയാണ്. ഈ ഏദൻ തോട്ടത്തിന് പുറത്തുനിന്നുള്ളതായ ഭൂമിയിൽ നിന്ന് എടുത്തതായ പൊടി കൊണ്ടുണ്ടാക്കിയതായ ഈ മനുഷ്യന് ഏദൻ തോട്ടത്തിനകത്ത് സ്വർഗസമാനമായ അവസ്ഥയോടല്ല, മറിച്ച് പുറത്തുള്ളതായ മണ്ണിനോടാണ് താല്പര്യമെന്ന് ഈ ഭാഗങ്ങൾ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഏദൻ തോട്ടത്തിനകത്തുള്ള സ്വർഗീയ അവസ്ഥയേക്കാൾ അവർക്ക് താല്പര്യം മുള്ളും പറക്കാരെയും മുളയ്ക്കുന്ന സാഹചര്യമുള്ള പുറത്തുള്ളതായ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയെ ജീവിക്കാനാണ് മനുഷ്യന് താല്പര്യം. അതുകൊണ്ടാണ് എടുത്തിരിക്കുന്ന മണ്ണിലേക്ക് അവരെ തിരിച്ചയക്കേണ്ടതായ ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മണ്ണിൽ നിന്ന് ഉത്ഭവിച്ചതായ മനുഷ്യ നീ മണ്ണാകുന്നെന്ന് പറയുന്നത് പോലെ ആ മണ്ണിൽ നിന്നെടുത്തായ മനുഷ്യന് എപ്പോഴും മണ്ണിനോടാണ് താല്പര്യം, ഭൂമിയോടാണ് താല്പര്യം. ഉയരത്തിലേക്ക് നോക്കാൻ മനുഷ്യൻ ഒരിക്കലും താല്പര്യപ്പെടാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഭൂമിയോട് താല്പര്യമുള്ളതായ, ആ മണ്ണിനോട് താല്പര്യമുള്ള മനുഷ്യനെ ഉയരത്തിലേക്ക് നോക്കുവാൻ, ഉയരത്തിൽ വസിക്കുന്ന പിതാവുമായിട്ട് ബന്ധപ്പെടുത്തുവാൻ ഒരു വ്യക്തി ദൈവപുത്രനായി ഭൂമിയിലേക്ക് അവതരിക്കുകയും വരികയും കാൽവറിയിൽ തകർക്കപ്പെട്ട് കല്ലറയിൽ അടക്കപ്പെട്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഉയർത്തെഴുന്നേറ്റതായ ക്രിസ്തു യേശു സകല മാനവജാതിയെയും നോക്കി പറഞ്ഞു, ദൈവത്തിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പിൻ. ഭൂമിയിലേക്കല്ല, ഭൂമിയിലുള്ളതിനെയുമല്ല, ദൈവത്തിങ്കിലേക്ക് നോക്കി രക്ഷ പ്രാപിപ്പിൻ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് എബ്രായ ലേഖനത്തിൽ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പേൻ, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ. ഉയരത്തിലുള്ളത് ചിന്തിക്കുവാൻ നമുക്കിടയാകണം. പൗലോസ് പിന്നെയും എബ്രായ ലേഖനത്തിൽ പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തുവിനെ നോക്കുവേൻ. അതായത് ഈ ഭൂമിയിലേക്കല്ല, നിന്നെ എടുത്തിരിക്കുന്ന മണ്ണിലേക്കല്ല, ആ മണ്ണിൽ നിന്നാണ് നിന്നെ എടുത്തിരിക്കുന്നത് എങ്കിലും ഈ ശരീരത്തിന് ഒരു ദിവ്യത്വം നൽകി, ഈ ശരീരത്തിന് പ്രത്യേകത നൽകി, ഒരു പുനർജന്മം നൽകി. ഇതിനു മുമ്പ് നാം നമ്മുടെ മീറ്റിങ്ങുകളിൽ ചിന്തിച്ചതുപോലെ ആ ശരീരത്തിന് തന്നെ നിനക്ക് തന്നെ ഒരു മാറ്റം വരുത്തി പുതിയ സൃഷ്ടിയാക്കി ദൈവപുത്രന് തുല്യമാക്കി ദൈവത്തിൻ്റെ മകനാക്കി മാറ്റിയത് ഉയരത്തിലേക്ക് നോക്കുവാനാണ്.
ഭൂമിയിലേക്ക് നോക്കുവാനാണ് നമ്മുടെ ശരീരത്തിന് ഇപ്പോഴും താല്പര്യം. യാതൊരു മാറ്റവുമില്ല. ദൈവത്തിൽ ക്രിസ്തുവിൽ വന്ന് രക്ഷ പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ നിയമങ്ങൾ അനുസരിക്കുവാൻ തയ്യാറായി അവൻ്റെ പുറകെ അവനെ അനുഗമിക്കുവാൻ തയ്യാറായി വന്ന നാം ക്രിസ്തുവിനെ അല്ല, ഉയരത്തിലേക്കല്ല നോക്കുന്നത്, ഭൂമിയിലേക്ക്. അതുകൊണ്ടാണ് ഭൂമിയിലെ സകല നെഗറ്റീവുകളും നമ്മൾ എടുക്കുന്നത്. ബൈബിൾ വായിച്ചാൽ തന്നെ ബൈബിൾ ഓരോരുത്തരുടെയും ജീവചരിത്രങ്ങൾ അനുഭവങ്ങളോ പറയുന്നുണ്ട്. ആ അനുഭവങ്ങൾ പച്ചയായിട്ട് തന്നെ ആവിഷ്കരിക്കുന്നതിന് കാരണം അവർക്കുണ്ടായ പരാജയം നമുക്കുണ്ടാകാതിരിക്കാനാണ്. അപ്പോഴും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അവർക്കുണ്ടായ പരാജയത്തെ സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനും അവർക്കുള്ള വിജയത്തെ ബുദ്ധിമുട്ടോടെ നിരാകരിക്കാനും നമ്മൾ പലപ്പോഴും താല്പര്യപ്പെടുന്നതിൻ്റെ കാരണം എടുക്കപ്പെട്ട ഈ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം മണ്ണിനോടാണ് താല്പര്യം എന്നുള്ളത് കൊണ്ട് തന്നെ നെഗറ്റീവിനോട് നമുക്ക് താല്പര്യമാണ്. എല്ലാ നെഗറ്റീവും എടുക്കാൻ നമുക്ക് താല്പര്യമാണ്. നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം മീറ്റിങ്ങിൽ ചിന്തിച്ചതുപോലെ 91 സങ്കീർത്തനം മോശയാണ് രചിച്ചത് എന്ന് ചില വേദപഠിതാക്കളെങ്കിലും പറയുന്നുണ്ട്. 90 സങ്കീർത്തനം മോശയാണ് രചിച്ചത് നമുക്കറിയാം. 90 സങ്കീർത്തനത്തിൻ്റെ ഹെഡിങ്ങിൽ അത് പറയുന്നുണ്ട്. 90 സങ്കീർത്തനത്തിൽ അഹരോൻ്റെ ഡെഡ് ബോഡി കണ്ടുകൊണ്ട് 91 ഉയരത്തിലേക്ക് നോക്കി സർവ്വശക്തനായ ദൈവത്തെ കണ്ടുകൊണ്ടുമാണ് മോശ എഴുതിയെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ 90 സങ്കീർത്തനം എഴുതിയ മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാൽ 80. 91 സങ്കീർത്തനം പറഞ്ഞവൻ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും. അപ്പോൾ ഈ 91 സങ്കീർത്തനത്തിൽ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തും എന്നുള്ള വചനം ഏൽക്കാനല്ല, മറിച്ച് 90 സങ്കീർത്തനത്തിൽ മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാൽ 80 അതിൻ്റെ പ്രതാപം കഷ്ടവും ദുഃഖവും അത്രേ എന്നുള്ളതായ വാക്യം എടുക്കാനാണ് മനുഷ്യന് താല്പര്യം. കാരണം ഞാൻ പറഞ്ഞത് വിശ്വാസികളെ, ക്രിസ്തുവിൻ്റെ പുറകെ വരുന്ന മനുഷ്യ സമൂഹത്തെ ഉദ്ദേശിച്ചാണ്. വിശ്വാസികൾ എന്ന് പറയപ്പെടുന്ന ജീവിതങ്ങളെ ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പോൾ ഈ നെഗറ്റീവിനെ എടുക്കാനാണ് മനുഷ്യന് താല്പര്യം. ആ എടുക്കാൻ കാരണം ഈ മൺമയമായ ഈ ശരീരത്തിൽ എടുക്കപ്പെട്ട മണ്ണിനോടാണ് താല്പര്യം. അല്ലാതെ ദിവ്യത്വം പ്രാപിച്ച, അതായത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നിങ്ങൾ താന്താങ്ങൾക്കുള്ളതല്ലേ എന്ന് പറയുന്നത് പോലെ ഈ കൂടാരത്തിനകത്ത് വസിക്കുന്നതായ ഒരു ശക്തിയുണ്ട്. ആ ശക്തി ഉയരത്തിലേക്ക് നോക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ പുറത്തുള്ള ഈ കൂടാരം ഭൂമിയിലേക്ക് നോക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പുറത്തുള്ള കൂടാരവുമായിട്ട് രമ്യതപ്പെടുന്ന നമ്മുടെ മനസ്സ് പറയുന്നത്, നമ്മുടെ തലച്ചോറ് പറയുന്നത് ഏറ്റെടുക്കാനാണ് നമുക്ക് താല്പര്യം. എന്നാൽ അങ്ങനെയല്ല. ഉയരത്തിലുള്ള ദൈവത്തിങ്കിലേക്ക് നോക്കി, ക്രിസ്തുവിങ്കിലേക്ക് നോക്കി ആ സകല നെഗറ്റീവുകളെയും തള്ളിക്കളഞ്ഞ് അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും, അവൻ എൻ്റെ വിഷയങ്ങൾക്ക് മറുപടി തരും, എൻ്റെ ശരീരത്തിന്മേൽ അവൻ എനിക്കൊരു വിടുതൽ തരും, എൻ്റെ അവസ്ഥകളുടെ മേൽ, ഭൗതിക അവസ്ഥകളും അവന് മാറ്റം വരുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ പൈതലെ നിശ്ചയമായി ഈ ജീവിതത്തിൽ നീ വിടുതൽ പ്രാപിക്കുക തന്നെ ചെയ്യും.